ഇന്ന് മലയറ്റൂര് വന്നേക്കാണ്. എൻ്റെ ഇവിടെ പൊന്നുണ്ട് കേട്ടോ, എൻ്റെ ഇവിടെ പൊന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പോൾ മലയല്ലേ കയറണേ, മല കയറുമെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെയാണ് കയറണമെന്ന് വെച്ചാൽ നമ്മൾ മലയറ്റൂര് കയറണം കേട്ടോ. എവിടെ വീട് എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കാണാം. അപ്പോൾ ഗൈസ് എൻ്റെ കൂടെ ആരൊക്കെയുണ്ടെന്ന് അറിയാം. ഇത് സാധനമാണ്, ഇത് കുഞ്ഞിപ്പുഴു ഉണ്ട്, കുഞ്ഞിപ്പുഴു. പിന്നെ എൻ്റെ അമ്മയുണ്ട്, അമ്മ ഹായ്. പിന്നെ എൻ്റെ ചേട്ടനുണ്ട് വീടിലാട്ടാ, അറിയില്ല. പിന്നെ എൻ്റെ അപ്പയുണ്ട്, പൊന്നുണ്ട്, ശിവമാമയുണ്ട്, ഞാനുട്ടിയുണ്ട്. മലയാറ്റൂര് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഗൈസുകള് ഞങ്ങൾ മല കയറുമെന്ന് അറിയില്ല കേട്ടോ ഗൈസ്, മല കയറുമെന്ന് അറിയില്ല. ഞങ്ങൾ വെറുതെ ഒരു 2 അടി നടക്കുന്നുള്ളൂ. ഞങ്ങൾ തിരിച്ചു പോരും. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ ഇതുവരെ നടന്നിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല നടന്നുണ്ടോന്ന്. ഗൈസ് നമ്മൾ അവിടെ ചെന്നു കയറുന്നേ കണ്ട. അയ്യോ ഗൈസ്, അവിടെ നിന്ന് തന്നെ ഓടി വന്നപ്പോൾ ശ്വാസം മുട്ടി. അവിടെ ഇനി അവിടെ എത്തുമ്പോൾ എന്താവും ഗൈസ്? നാളെ അങ്ങോട്ടൊന്നും പോലേ, വെറുതെ അവിടെ നിൽക്കണമെന്നുള്ളൂ, അവിടെ നിൽക്കണമെന്നല്ലോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കയറണമെന്നില്ല കേട്ടോ, വെറുതെ നിന്ന് നോക്കണം എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്ത എവിടേക്ക് പോകും, ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കാം കേട്ടോ. ഗൈസ് ഇനി ആ അറ്റത്തേക്കൊന്നും പോകില്ല, ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോയിട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവാണ്. ബൈ. പോയിട്ടോ മല, രണ്ടാമത് അറ്റം വരെ പോയി. ഇറങ്ങാനാ സുഖം. ഇറങ്ങാൻ സുഖം. കയറുമ്പോൾ പെട്ടെന്ന് വേനൽക്കാം, ഇറങ്ങുമ്പോൾ സുഖമുണ്ട്. ബ്രേക്ക് ഇട്ടാണ്ട് ഇറങ്ങണ പോലെ ഉണ്ട്. വീണില്ലെന്നല്ലോ, ജസ്റ്റ് മിസ്സിന് വീണില്ല അല്ല എന്നെയാണ്. ഞങ്ങൾ തിരിച്ചു പോകട്ടോ. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കണ്ട് വയസ്സുകൾ എന്താ കാശുണ്ടാവും തിരിച്ചു പോകുമ്പോൾ. അതൊക്കെ നോക്കി ഞങ്ങൾ അല്ലാതെ തിന്നാളൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും വരാം. അമ്മാമ്മ പോയി ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. റോസും പിന്നെ എന്താ ചെടിയുണ്ട് കേട്ടോ, എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. അത് ഗൈസ് മനസ്സിൽ പൊന്നു ചോക്ലേറ്റ് വാങ്ങിച്ചു, എൻ്റെ ചേട്ടനും ചോക്ലേറ്റ് വാങ്ങിച്ചു. ഞാൻ മാംഗോ തിന്നുണ്ടെങ്കിൽ എനിക്കൊരു പൂതി, അതുകൊണ്ട് ഗൈസ് ഞാൻ മാംഗോ വാങ്ങിച്ചു. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കാറിലേക്ക് പോകണ്ട, കാറിൽ ചിന്താന്നിട്ടൊന്നും അറിയില്ല, അമ്മ മൊബൈൽ വച്ചേക്കും. അതുകൊണ്ട് ഗൈസ് ഞങ്ങൾ കാറിലെത്തട്ടെ. കാർ അവിടെയാണ്, ഞങ്ങൾ നോക്കിയിട്ട് വരാം. ഒരു സ്ഥലമില്ല കേട്ടോ ഗൈസ്. എനിക്ക് ഇവിടെ പോയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഈ പള്ളിയെ പോയത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പുള്ളിയെ കിട്ടുന്നുണ്ടോ? നല്ല രസമുണ്ട് അവിടെ ഞങ്ങൾ കളിക്കാൻ. നമുക്ക് പള്ളിയുടെ പൊന്നുടുത്തുണ്ട് കേട്ടോ ഗൈസ്, പൊന്നുടുത്തുണ്ട്. എൻ്റെ അധികം ക്ലാരിറ്റി ഇല്ല, അവളുടെ അധികം ക്ലാരിറ്റി ഇല്ല, ക്ലാരിറ്റി അവളുടെ. ഞങ്ങളോട് കളിക്കായിരുന്നു, പ്രാർത്ഥന തിരിഞ്ഞ് ഞങ്ങളോട് കളിക്കായിരുന്നു ഫ്രണ്ടിൽ. അവിടെ ഒരു ബബിൾ പോലത്തെ സാധനം, ബബിളല്ല ഗേൾസ്, അവിടെ ലൈറ്റില് മൂളിന്ന് പറഞ്ഞ ലൈറ്റ്, അവിടെ മൂളിന്ന് ഒരു ലൈറ്റ് കാണാണ്ട് കണ്ട, അവിടെ ഒരു വൈറ്റ് കണ്ട, അവിടെ കളിക്കായിരുന്നു ഗേൾസിനകള്. അത് വരാം ഞങ്ങളുടെ മീറ്റ് തട്ടാൻ പാടില്ല, അങ്ങനെ ചാടി കളിക്കായിരുന്നു ഗേൾസ്. ഞങ്ങൾ എന്നിട്ട് ഞാൻ മൊബൈൽ കൊണ്ടുപോയില്ല കേട്ടാ. അവിടെ കുറച്ച് ചേച്ചിമാരും ഉണ്ടായത് അവർക്ക് ഇനി എങ്ങോട്ടേലും പോകണ്ടെങ്കിൽ നമുക്ക് ഇടാട്ടോ. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചതായി ഗൈസ്. ഇന്നലെ ആയിരുന്നു അവിടെ പോയി. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകാൻ തോന്നണോ, പിന്നെ അവിടെ നിർത്തില്ലാന്ന് തോന്നണോ ഗൈസ്? നമുക്ക് അവിടേക്ക് പോവാം. ഞാൻ പള്ളിയിൽ പോണ വീഡിയോ എടുത്തില്ല, മൊബൈൽ എടുത്തില്ല. മൊബൈൽ ഞങ്ങളുടെയിലല്ല മൊബൈൽ, ഇടുക്കിയിലല്ല മൊബൈൽ. പക്ഷെ അത് AC ആവണമെങ്കിൽ കുറച്ച് നേരം എടുക്കും. പിന്നെ എന്താ പറയണ്ടേ ഗൈസ്, വ്യൂ കിട്ടണമെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഉണ്ടാവും, ഇതാണ് ഫുൾ വ്യൂ ഇതാണ്. പിന്നെ അവിടെ ഒക്കെ വീടുകള്, പിന്നെ കരിക്കൻ ജ്യൂസ് അങ്ങനത്തെ ഒക്കെ ഗൈസ്. ഞങ്ങളിപ്പോൾ വീട്ടിൽ പോകാൻ തോന്നുന്നു എൻ്റെ ഫോൺ ഗൈസ്. ചില മുഖം കാണില്ലെന്നറിയാം, അത് അവിടെ നിന്നപ്പോൾ വെളിച്ചുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങോട്ട് വന്നപ്പോൾ വെളിച്ചില്ല. ഞങ്ങള് വീട്ടിലേക്കാൻ തോന്നുന്നു പോണം. നമുക്ക് വീട്ടിൽ പോവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഇതൊക്കെ പറയാം. അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ ഡിക്കിയിലാണ്. ഡിക്കിയിലാണ് പരിപാടി. ഇവിടെ
തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്, നല്ല സുഖം. അപ്പൊ നമ്മുടെ പല്ലുമങ്ങളെ ശരി കാട് വരുമ്പോ കാണിച്ചു കാട് വന്ന വഴിയല്ല പോയ വഴി. കാട് വരുമ്പോൾ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാത്ത കാട് വരുന്നത് ഭയങ്കര ഇരുട്ടാണ് അവിടെ. നമുക്ക് അവിടെ ചെന്ന് വരാം. ബൈ. പള്ളി ഉണ്ട്, നമ്മള് നേരത്തെ കണ്ട പള്ളി. ഞാൻ എടുത്തില്ല. അയ്യോ ഗൈസ് എന്താ പറ്റി? അവിടെ പുഴയുണ്ട് കേട്ടോ. അത് പറയാനാ ഞങ്ങളുടെ മെയിൻ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിൽ കണ്ണി സ്കൂട്ടറിൽ വരുന്നവർക്കൊക്കെ ഞങ്ങള് ടാറ്റ കൊടുക്കാം. ടാറ്റ കൊടുക്കലാണ് ഞങ്ങളുടെ മെയിൻ പണി. പണ്ട് ടാറ്റൊന്നും വരില്ല, കാറുകളാ ശ്രദ്ധിക്കില്ല ചിലപ്പോ. ഞങ്ങൾക്ക് ഒരു വട്ടം 32 ടാറ്റ അത് ഒരു ദിവസം തൃശ്ശൂർ വരെ പോയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടാ. ഫുൾ ഡേ അല്ല, അങ്കമാലി ടു തൃശ്ശൂർ തുടങ്ങിയല്ല. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഫാമിലി ഇല്ല, അപ്പോൾ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡിക്കിലിരിക്കുമ്പോൾ ടാറ്റ കൊടുക്കും. അങ്ങനെ കുട്ടിയിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടി ഉള്ളൂ. വേറെ സ്ഥലത്തൊന്നും ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടി ഇല്ല. കാരണം വിൻഡോ സീറ്റിന് വേണ്ടി അടി കൂടും. അപ്പം ഞാനൊരു ദിക്കിലും ഇവളൊരു ദിക്കിലായിരിക്കും. അങ്ങനെ ഇരിക്കണം ഞങ്ങൾക്ക്. നന്നായി ഇരുട്ടാവുണ്ടെന്ന് എനിക്കറിയാം, നന്നായി ഇരുട്ടാവുണ്ട് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഗൈസ്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി ഗൈസ് ഇവള് വീട്ടിൽ ചെന്നിട്ട് ഇവൾ എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് കാണിക്കണേ. അത് ഞാൻ കാണിച്ചതില്ലേ, ഒരു ചെടി റോസും പിന്നെ എന്തൊരു ചെടി, പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു, പിന്നെ പൊന്നു സ്കാർഫ് വാങ്ങിച്ചു, പിന്നെ പൊന്നൊരു മോതിരം വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചില്ല, എനിക്ക് ഇഷ്ടമല്ല, കളർ പോണോണ്ട് അത്ര വാങ്ങിച്ചിട്ടുള്ളൂ. പറഞ്ഞില്ല നിന്നോടാരോ പറഞ്ഞു. ഞാൻ മാംഗോ ഐസ്ക്രീം വീഡിയോയിൽ ഞാൻ ഇട്ടുണ്ട്. ഇവിടെ ചോക്ലേറ്റ്, എനിക്കറിയാം ചോക്ലേറ്റ് പണി തരുന്നു. എനിക്ക് ചോക്ലേറ്റ് പണിയൊന്നും തന്നില്ല. ഞാൻ കഴിക്കും മാത്രം. അതിന്റെ തോടില്ലേ, തോട് പോലെ ഇരിക്കുന്ന സാധനം, ബ്രൗണ് അല്ല ബ്ലാക്ക്, എന്തോ കളർ, ബ്ലാക്ക് എന്താ, അത് എനിക്ക് ഇഷ്ടമാണ്. അത് മാത്രമായിട്ട് നമ്മൾ നല്ല സുഖമുണ്ട്. അത് വളരെ ലാസമാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനത് മെയിനായിട്ട് അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ വാങ്ങിച്ചെന്ന് അറിയാം. സ്കാർഫ് വാങ്ങിച്ചു, പള്ളിയിൽ പോകുമ്പോൾ തലയിൽ ഒരു സ്കാർഫ് വാങ്ങിച്ചു. എന്തെങ്കിലും പറഞ്ഞാൽ പറയാം. പിന്നെ ഐസ്ക്രീം കഴിച്ചു, അത്ര കഴിച്ചോളൂ. പിന്നെ പൊന്നുവിൻ്റെ മോതിരം വാങ്ങിച്ചു കേട്ടോ. ഞാൻ വാങ്ങിച്ചില്ല. മലയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി വീട്ടിലെത്തിയിട്ട് എൻ്റെ മുഖം കണ്ട് പേടിക്കരുത്, ഇരുട്ടുണ്ടോ കണ്ടാ. അപ്പൊ ഡിക്കിടോർക്ക് ഞങ്ങൾ ഡിക്കിലാണ് ഗൈസ്. വീട്ടിലെത്തി അപ്പനുണ്ട്. ഇവനായി കാണാല്ലേ അൽഫാം അവിടെ അൽഫാം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുളിച്ചിട്ടില്ല കേട്ടാ. പോവാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ്. ബൈ.